എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഫീലിങ്സ് വേഴ്സസ് നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. നമുക്ക് ഇന്ന് ലൈവ് വരാൻ സാധിച്ചില്ല. രാവിലെ മുതൽ കറണ്ട് കട്ടായിരുന്നു, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ സൈഡിൽ വേറെ ലൈറ്റൊക്കെ എമർജൻസി ലാമ്പൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. എത്രത്തോളം വെളിച്ചം ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. നോക്കട്ടെ എഡിറ്റിങ്ങിൽ ശരിയാക്കാൻ പറ്റുമോയെന്ന്. ലൈവ് വരുമ്പോൾ ഭയങ്കര ഡാർക്കായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. നാളെ 11 മണിക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ലൈവ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നില്ലേ എല്ലാവരും? ഒരുപാട് പേര് ഹീലിങ്ങിൽ കൂടെ പോയി മനസ്സിനൊക്കെ ധൈര്യം വന്ന് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് കമൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, ഇത് നിങ്ങളോടുള്ള ഫീലിങ്സ്, ഇത് നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് കേട്ടോ. തേർഡ് പാർട്ടി നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിനോടുള്ള കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിനോടുള്ള കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിനോടുള്ള കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് പറഞ്ഞു തരും. സെവൻ ഓഫ് വോൺസ് രാവിലെ തന്നെ 7 ഓഫ് വോൺസ്, 6 ഓഫ് കപ്സ്, സ്റ്റാർ, കിങ് ഓഫ് വോൺസ്, എംപ്രസ്, 8 ഓഫ് വോൺസ്, 3 ഓഫ് കപ്സ്, ലവേഴ്സ്. അത് ഉറപ്പായിട്ട് വരുമല്ലോ നിങ്ങളോടുള്ള ഫീലിങ്സിൽ, അല്ലേ? അത് ഒരു റീഡിങ് പോലും വന്നിട്ടില്ല അങ്ങനെ വരാതെ. ടെമ്പറൻസ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ജഗ്ലിംഗ്, 2 ഓഫ് സ്വാർഡ്സ്. എല്ലാം കറക്റ്റായിട്ട് വരുമ്പോൾ അവസാനം ഒരെണ്ണം വരണമല്ലോ. ക്ലാരിഫൈ 7 ഓഫ് വോൺസ്. അതൊരു എൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ 9 ഓഫ് വോൺസ് കേട്ടോ. 2 കാർഡ്സിൽ 2 ഗ്രൂപ്പുകാരെ കുറച്ച് ജഗ്ലിംഗ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓവറോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിൽ ചിലരെ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവരൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. എന്തിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് പീരീഡാണ് ഇത്? സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ കാണുന്നു. എന്തുകൊണ്ടാണ് അവിടെ ഒരു ജഗ്ലിംഗ് വന്നത്? അവിടെ ഒരു ഒന്നുകിൽ ലോങ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. വോൺസ് ആണ് അവിടെ. ഒന്നുകിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ പ്രബലമായിട്ട് തന്നെ ഉണ്ട്. അവിടെ അവർ ചെറുതായിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് റെസ്ട്രിക്റ്റഡ് ആയിട്ട് പെരുമാറുന്നത് പോലെ, അങ്ങ് ഓപ്പൺ ആയിട്ടല്ല, തുറന്നല്ല പെരുമാറുന്നത്. ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ മാത്രം മെസ്സേജ് അയച്ച് അങ്ങനെയൊക്കെ പെരുമാറുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതേസമയം നിങ്ങളെ ഒരുപാട് നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ കണ്ടത്, സംസാരിച്ചത്, ടൈം സ്പെൻഡ് ചെയ്തത്, അങ്ങനെയൊക്കെ ഇവർ ഓർക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് കാലത്തെ ബന്ധമാണ്, പുതിയ റിലേഷനൊന്നും അല്ല. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് കേട്ടോ.
അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നല്ല ഓർമ്മകളുണ്ട്. ഇവരതൊക്കെ ഓർക്കുന്നതായിട്ടും നിങ്ങളെ കാണണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നിവർ വിചാരിക്കുന്നു. ഇവർ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എല്ലാം കിട്ടിയതുപോലെയാണ്. വേറെ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ട്. അവരുടെ ഇമോഷൻസ്, അതായത് അവരുടെ മനസ്സിന് സന്തോഷം തരുന്നത് ഒരു എന്താ പറയുക, എല്ലാം കിട്ടിയെന്ന് നമുക്കൊരു ഫീലിംഗ് വരില്ലേ, അത് നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് അവർക്ക് ഉള്ളത് കേട്ടോ. നിങ്ങളില്ലെങ്കിൽ ആ ഒരു മിസ്സിങ് തന്നെയാണ് അവിടെ. കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളോട് ഇവർക്ക് സ്നേഹത്തോടൊപ്പം തന്നെ അട്രാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്നേഹവും അട്രാക്ഷനും രണ്ടും രണ്ടാണ് അല്ലേ. ഇവർ എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടെന്ന് തന്നെ വെച്ചോളൂ. ഏത് സ്നേഹം, ലവ് റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ അട്രാക്ഷൻ നോർമലാണല്ലോ അല്ലേ. അതും തോന്നുന്നുണ്ട് ഇവർക്ക്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ജോലിയിലും എല്ലാം വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. ഇവരതൊക്കെ നിങ്ങളുടെ ഒരു എന്താ പറയുക വിജയത്തിൽ ഇവർ ആഹ്ലാദിക്കുന്നതായിട്ടും അതൊക്കെ ഇവർ കണ്ട് ആസ്വദിക്കുന്നതായിട്ടും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അതായത് നിങ്ങൾ നന്നായി ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങൾ നന്നായി ചെയ്യുന്നു, നിങ്ങളുടെ എന്താണ് ബാക്കി കാര്യങ്ങൾ വീട്ടിലായാലും നിങ്ങൾ സംസാരിക്കുന്ന നല്ല രീതിയിലായിരിക്കും. അതേപോലെ നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുങ്ങുന്നതും നിങ്ങളുടെ ഡ്രസ്സിങ് രീതി ആയാലും സംസാര രീതി ആയാലും നിങ്ങൾ ഒരു പ്രത്യേക രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അതൊക്കെ ഇവർക്ക് വളരെ അപ്രിസിയേഷൻ ഉണ്ട്. ഒരു ക്ലാസ് കീപ്പ് ചെയ്യുന്ന പോലെ ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡായിട്ട് പെരുമാറുക എന്ന് പറയില്ലേ, നിങ്ങൾ അങ്ങനെ പെരുമാറുന്ന ഒരാളായിരിക്കണം. ഇവരും ആയിരിക്കാം കേട്ടോ. അതൊക്കെ ഇവർക്ക് ഒരുപാട് അപ്രിസിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്ക് ഇഷ്ടമാണ് അതൊക്കെ കാണാനും. അതിലൊക്കെ ഇവർ സന്തോഷിക്കുന്നുണ്ട്, നിങ്ങളെ അറിയിക്കണമെന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. വളരെ നന്നായി സംസാരിക്കുന്നവരായിരിക്കണം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അതായത് പെട്ടെന്ന് നമുക്ക് അട്രാക്റ്റഡ് ആവും ഈ പേഴ്സണാലിറ്റിയുടെ അടുത്ത്. അപ്പോൾ നിങ്ങളെ പ്രതി അവർക്ക് അതൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. എത്ര നന്നായി സംസാരിക്കുന്നു, എന്ത് രസമാണ് ഇവരെ കാണാൻ. വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കാം ഇവരുടെ അടുത്ത് എത്ര സമയം വേണമെങ്കിലും. അങ്ങനെയൊക്കെ എത്ര നന്നായി ജോലി ചെയ്യുന്നു, അങ്ങനെയൊക്കെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഏറ്റവും നല്ലതായിട്ടാണ് തോന്നുന്നത് കേട്ടോ. നിങ്ങളെ ഹൈലി അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട്. ഒരുപാട് സ്നേഹമുണ്ട്, റെസ്പെക്റ്റും ഉണ്ട് കേട്ടോ. എംപ്രസ് വെച്ചിട്ടാണ് ഞാൻ എംപ്രസിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അല്ലേ. എംപ്രസ് എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റാരും വേണ്ട എന്ന് ചിന്തിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ ആ ഉയർന്ന സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരമ്മ കുഞ്ഞിനെ കെയർ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ അവരെ നോക്കിയിട്ടുള്ളത്. അത്രയ്ക്ക് സ്നേഹവും കരുതലും എല്ലാം കൊടുത്തിട്ടാണ് നിങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണാൻ വളരെ നല്ല ഒരാളായിരിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗന്ദര്യത്തിലും ഇവർ ഭയങ്കരമായിട്ട് ആകൃഷ്ടരാണ് കേട്ടോ. അതേപോലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡ്രസ്സിങ് ആയാലും പെരുമാറ്റം ആയാലും മറ്റുള്ളവരോട് നിങ്ങൾ പെരുമാറുന്ന രീതി, നിങ്ങൾ ഭയങ്കര കരുണയൊക്കെയുള്ള ഒരാളായിരിക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന രീതി, നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങൾ കെയർ ചെയ്യുന്ന രീതി, അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, സന്തോഷമാണ്. ആ ഒരു ഇഷ്ടം സന്തോഷമൊക്കെയാണ് പിന്നീട് ഇത്രയും വലിയൊരു സ്നേഹമായിട്ട് മാറിയത് കേട്ടോ. ഇവർ നിങ്ങളെ വളരെ ഉയർന്ന ലെവലിലാണ് ഇവരുടെ മനസ്സിൽ വെച്ചിരിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കണം, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, നിങ്ങളെ കാണണം എന്നൊക്കെ ഇവർ അതിതീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. ഇവരുടെ ഫീലിങ്സിൽ നിങ്ങൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇവർ വീണ്ടും വീണ്ടും ഓർക്കാറുണ്ട്. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്, നിങ്ങളെ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ കാണണം, ടൈം സ്പെൻഡ് ചെയ്യണം, സംസാരിക്കണം എന്നെല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. 3 ഓഫ് കപ്സ് അതിൻ്റെ ഒരു കൺഫർമേഷനാണ്. നിങ്ങളെ കണ്ട് കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ്, മറ്റുള്ളവർ കൂടെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, നിങ്ങളെ കുറച്ച് നേരം ഒന്ന് കാണണം, അടുത്ത് കണ്ടൊന്ന് സംസാരിക്കണം, കുറച്ച് സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കണം ഒരുമിച്ച്. ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അവർക്കൊന്ന് കണ്ടാൽ മതി, ഒന്ന് സംസാരിച്ചാൽ മതി, നിങ്ങളുടെ ശബ്ദം ഒന്ന് കേട്ടാൽ മതി എന്നുള്ളൊരു ചിന്ത അത് അവരുടെ മനസ്സിൽ ഉണ്ട്. നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമാണ്. എന്ന് വെച്ചാൽ ഒരു സുഹൃത്തിനോട് പറയും പോലെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് നിങ്ങളോട് പങ്കുവെക്കാം. അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്ന് അവർ കരുതുന്നു. അതേപോലെ ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിം ആണ് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. നിങ്ങൾ എന്നും അവരുടെ ലൈഫിൽ വേണം, നിങ്ങൾ അവരുടെ
നിങ്ങളാണ് അവർക്ക് വേണ്ടി വിധിച്ചിട്ടുള്ള പാർട്ട്ണർ എന്നൊക്കെ ഇവർ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ, ബേസിക്കലി അത് തന്നെയാണ്. ഒരുപാട് സ്നേഹമാണ്. നിങ്ങൾ എന്നും അവരുടെ ലൈഫിൽ വേണമെന്നവർ ചിന്തിക്കുന്നുണ്ട്. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ കുറേ സ്പിരിച്വലായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരിക്കണം, നിങ്ങളും ആയിരിക്കാം. ആ ഒരു സ്വഭാവമൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഒരേപോലെ ഒരു സ്പിരിച്വൽ ലെവലിൽ കണക്റ്റ് ആവുന്ന ആൾക്കാരായിരിക്കണം. അതേപോലെ ഒരേ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരായിരിക്കണം. ഇപ്പോൾ ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഏഞ്ചൽ ഗൈഡൻസ് ഉണ്ട്, ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസിൽ എത്തണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവർ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഏഞ്ചൽ ഗൈഡൻസ് എന്നും നിങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ചിലർക്ക് ഒരു അവിടെ ഫാമിലിക്ക് കുറച്ച് വെയിറ്റേജ് വരുന്നതായിട്ട് കാണുന്നു. കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. ചിലരൊരു ജഗ്ലിങ് സിറ്റുവേഷനിൽ ഒരു ക്രോസ് റോഡ്സിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. അതായത് അവർക്കവിടെ അവരുടെ ഫാമിലിയോട് ചില ഇതുണ്ട്, എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്ക് ചിലപ്പോൾ പൈസ സംബന്ധമായിട്ടൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പോൾ പാരൻസൊക്കെ ആണെങ്കിൽ, അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്കവിടെ അവരെ കളഞ്ഞിട്ട് പോരാനൊന്നും പറ്റില്ലല്ലോ. അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഇവരുടെ ചുമതലയാണ് അല്ലേ. അല്ലെങ്കിൽ അവിടെ ഒരു കുടുംബം, അതായത് ഭാര്യ, ഭർത്താവ്, കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അവരെയും അങ്ങ് എടുത്തെറിഞ്ഞിട്ട് ഇവർക്ക് വരാൻ പറ്റില്ല. ചിലപ്പോൾ ഇവരെ സമ്പാദിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പം അങ്ങനെ എടുത്തെറിഞ്ഞിട്ട് പോരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ളവർ ചെറുതായിട്ടൊന്ന് സംശയിച്ച് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. 1-2 കാർഡ്സ് കൂടെ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് നമുക്ക് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഫീലിങ്സിലേക്ക് പോവാം. ഗിവ് മീ 2 or 3 കാർഡ്സ്. 2-3 കാർഡ് കൂടെ തരൂ ഡിവൈൻ. 2-3 കാർഡ് കൂടെ തരൂ അവരുടെ ഫീലിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ് അവർക്കായിട്ടുള്ള എന്താണെന്നൊന്ന് കാണിച്ചു തരും. 2-3 കാർഡ് കൂടെ തരും. ക്വീൻ ഓഫ് വാൻസ് വെച്ചിട്ട് അപ്പോൾ അവിടെ ഒരു കപ്പിളായല്ലേ. അതായത് നിങ്ങൾ ആണ് അവരുടെ ലൈഫിൽ, അതായത് നിങ്ങൾ പരസ്പരം കരുതുന്നത് നിങ്ങളൊരു ഹസ്ബൻഡ് മെറ്റീരിയലാണ്, വൈഫ് മെറ്റീരിയലാണ്. അതായത് ഇവരെ പോലത്തെ ഒരാൾ നമുക്ക് പാർട്ട്ണറായിട്ട് വന്നാൽ എത്ര നല്ലതാണ് എന്ന് അവരാലോചിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻസിൻ്റെ അതേ ഫീലിങ്സ് തന്നെയാണ് ക്വീൻ ഓഫ് വാൻസിന് കേട്ടോ. അവിടെ ഇത് തന്നെയാണ്, റെസ്പെക്റ്റോടൊപ്പം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അതിനെ ഇവർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ജീവിതം മുഴുവൻ നിങ്ങൾ അവരുടെ കൂടെ വേണം, അവരുടെ ജീവിത പങ്കാളിയായിട്ട് എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു കേട്ടോ. അത് തന്നെയാണ് അവിടെ കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്നേഹം വേറെ ലെവലിലുള്ള സ്നേഹമാണ്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടെ തരൂ ഡിവൈൻ. നിങ്ങളുമായൊരു പുതിയ തുടക്കം വേണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, അപ്പം നിങ്ങൾ ഒരു തരത്തിലും കഷ്ടപ്പെടരുത് എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളെ സംരക്ഷിക്കണം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതായത് ഇവരുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെയാണല്ലോ. നിങ്ങളെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് അവിടെ വരുമല്ലോ. അത് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇവിടെ അടുത്ത മജീഷ്യൻ വെച്ചിട്ട് എന്താണ്, നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും നിങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ്. ഓക്കെ, ചില ക്രോസ് റോഡ് സിറ്റുവേഷനിലൊക്കെ ഉള്ളവർ അതിനെപ്പറ്റിയും ബോധർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇത് ശരിയാവണമേ, ഈ റിലേഷൻ വിട്ടു പോവാതിരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ അതുകൊണ്ടാണ് ഇത്ര തീവ്രമായിട്ട് ആഗ്രഹം വരുന്നത്. ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. ഏസ് ഓഫ് കപ്സ് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ലവേഴ്സും ഏസ് ഓഫ് കപ്സും ഒരുമിച്ച് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സ്നേഹത്തിന് യാതൊരു കുറവുമില്ല നിങ്ങളോട്. അവിടെ 2 സിനാറിയോയിൽ മാത്രമാണ് ഒരു ബ്ലോക്കേജ് ആയിട്ട് കാണുന്ന. ഒന്ന് ഫാമിലി വന്ന് അവിടെ, ഒന്ന് ലോങ് ഡിസ്റ്റൻസ് വന്ന് അവിടെ എന്തോ ഒരു സംശയിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്ന. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട് കേട്ടോ. അത് ഒരു പക്ഷേ സ്പൗസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ആ 2 സിറ്റുവേഷനിൽ ഒന്ന് ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. ബാക്കി ഓവറോൾ നിങ്ങളോടുള്ള ഫീലിംഗ് വളരെ പോസിറ്റീവ് തന്നെയാണ്. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്
എന്ന് തന്നെയാണ്, മിസ്സിങ് ആണ് എന്ന് തന്നെയാണ് ഇവർ നിങ്ങളോടുള്ള ഫീലിങ്സിൽ കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ അവരുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് കൂടെ നോക്കാം. ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അവരുടെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അവരുടെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞു തരും. തേർഡ് പാർട്ടിയോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. Justice, okay, strength, Tower, Hierophant, Six of Pentacles, Ten of Pentacles, Devil, Five of Wands, Nine of Wands. ഇതൊരു മിക്സഡ് ഇമോഷനാണ് കാണുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്. ഇവിടെ ഓവറോളായിട്ട് കാണുന്നത് മിക്സഡ് ആയിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്. ജഡ്ജ്മെൻറ്റ്. ഓക്കെ, എനിക്കതൊന്ന് കൺഫേം ചെയ്യണമായിരുന്നു. അതായത് എനിക്ക് അറിയേണ്ടിയിരുന്നത് അവരുടെ തേർഡ് പാർട്ടിയോട് ന്യായമായി പ്രവർത്തിക്കണം എന്ന് വിചാരിക്കുകയാണോ അതോ കേസിൻ്റെ വിധി വെയിറ്റ് ചെയ്യുകയാണോ എന്ന് എനിക്ക് അറിയണമായിരുന്നു. അവിടെ കേസിൻ്റെ വിധി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു കേസ് നടക്കേണ്ട, പ്രോബബ്ലി സെപ്പറേഷൻ, ഡിവോഴ്സ് കേസ് അങ്ങനെയൊക്കെ ആയിരിക്കണം. അതിൻ്റെ ഒരു വിധിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എനിക്ക് പെട്ടെന്ന് സംശയം തോന്നിയത് ഇവർ അവരുടെ റിലേഷൻ്റെ അടുത്ത്, അതായത് തേർഡ് പാർട്ടിയോടുള്ള റിലേഷനിൽ ന്യായമായി പ്രവർത്തിക്കണം എന്ന് വിചാരിക്കുകയാണോ എന്ന് നമുക്കറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്ന സ്ഥിതിക്ക് ആ ഒരു വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ന് തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. ചിലർ വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഇത് എന്ന് മനസ്സിലാക്കി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഇവരുടെ സ്പൗസിൻ്റെ അടുത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ, തേർഡ് പാർട്ടി ആരായാലും, സ്പൗസാണോ ആരായാലും, ഇപ്പോൾ പാരൻസിനോടായാലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണം അല്ലേ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. വഴക്കൊന്നും ഇല്ലാതെ അങ്ങനെ സമാധാനപരമായിട്ട് പോകുന്നതായിട്ട് കാണുന്നു. ചിലർ അവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ടോട്ടൽ ഒരു ടവർ മൂവ്മെൻ്റ് ആണ്. അതായത് ഒരുമിച്ച് ഉണ്ടാവും, ഒരു വീട്ടിലുണ്ടാവും, പക്ഷെ തമ്മിൽ സംസാരമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇരിക്കുന്നു, രണ്ട് റൂമിലായിട്ട് ഇരിക്കുന്നു, ഒരു വീട്ടിലാണ് എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇത് പാരൻസിനോടായാലും സ്പൗസിനോടായാലും ആരോടായാലും അങ്ങനെ തന്നെയാണ്. കാരണം ടോട്ടലായിട്ട് അവരുടെ ആ ഒരു ഇമോഷൻ അവിടെ ഇല്ല. ഇവരുടെ ഇടയിൽ യാതൊരു ഇമോഷനും ഉള്ളതായിട്ട് കാണുന്നില്ല, സംസാരം പോലും ഉള്ളതായിട്ട് കാണുന്നില്ല. അവിടെ ഒന്ന് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഹെയറോഫൻ്റ് വെച്ചിട്ട് ഇവർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, ഇവരൊക്കെ സൊസൈറ്റിയെ പറ്റിയൊക്കെ ഭയങ്കര ചിന്തയുള്ള ആൾക്കാരാണ്. സമുദായം എന്ത് പറയും, ലോകം എന്ത് പറയും, ചുറ്റുമുള്ളവരെന്ത് പറയും. അതായത് ഇവർ ഒരു ഉയർന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. നല്ല ജോലിയിലൊക്കെ ആയിരിക്കും, 10 പേർക്ക് ഇവരെ അറിയാം, അല്ലെങ്കിൽ ഇവരുടെ കുടുംബം അറിയപ്പെടുന്ന കുടുംബമായിരിക്കും. അതേപോലെ കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ബോധറേഷൻ ഉള്ള ഒരാളാണ്. ഇവർ ടീച്ചിങ് പ്രൊഫഷനിലും ആയിരിക്കാം, പഠിപ്പിക്കുന്ന ആളായിരിക്കാം, പ്രീസ്റ്റ് ആയിരിക്കാം, അമ്പലത്തിലൊക്കെ പൂജാരി എന്നൊക്കെ പറയില്ലേ, പൂജാരി, അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്ന, ജ്യോതിഷപരമായിട്ട് ഉള്ള ജോലികൾ ചെയ്യുന്ന ഒരാളായിരിക്കാം. ഒരു ഗുരുസ്ഥാനീയനായിരിക്കാം കേട്ടോ, അല്ലെങ്കിൽ സ്ഥാനീയനായിരിക്കാം. അപ്പോൾ ഇവർക്ക് ഇവരുടെ ആ ഒരു ഇമേജ് കാത്തു സൂക്ഷിച്ചേ പറ്റൂ.
എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ ഇവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ ശ്രമിക്കുള്ളൂ. പുറമേക്ക് സമുദായം അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ നോക്കുമ്പോൾ ഇവർ തമ്മിൽ നല്ല റിലേഷൻ ആണെന്ന് തോന്നും. അങ്ങനെയുള്ളൊരു ഭാവത്തിൽ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അതായത് തേർഡ് പാർട്ടിയോട് ചെയ്യേണ്ട എല്ലാ റെസ്പോൺസിബിലിറ്റിയും തന്നെ വളരെ ന്യായമായിട്ട് ചെയ്യും. അവിടെ അഭിനയിക്കുക മാത്രമല്ല, അതായത് സൊസൈറ്റിക്ക് വേണ്ടി മാത്രമല്ല അവരവിടെ അങ്ങനെ പോകുന്നത്. ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ തേർഡ് പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. ന്യായപ്രകാരമുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കും. റെസ്പോൺസിബിലിറ്റീസ് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരാളാണ്. അവർ ആ ട്രഡീഷൻ അതൊക്കെ വളരെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് അതൊന്നും വിട്ട് ചിന്തിക്കാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവരും ഇവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് പൈസ കൊടുക്കൽ വാങ്ങലുണ്ട്. അതായത് ഇമോഷൻസ് ഒന്നും ഇല്ല അവിടെ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നുണ്ട്. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇവരുടെ തേർഡ് പാർട്ടിയെ നോക്കുന്നുണ്ടായിരിക്കും. മക്കളായാലും പാരൻസ് ആയാലും ആരായാലും സ്പൗസ് ആയാലും അവർക്ക് വേണ്ട ഫൈനാൻഷ്യൽ ധനസഹായം ഇവർ ചെയ്യാറുണ്ട്. കറക്റ്റായിട്ട് തന്നെ ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം അവർ വാങ്ങിക്കൊടുക്കും. എല്ലാ സുഖ സൗകര്യങ്ങളും ഇവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ സ്നേഹമില്ല. അവിടെ എന്താ പൈസ കൊടുക്കുന്നു, പക്ഷെ ഇപ്പുറത്തെ ഒരാൾ കാല് പിടിച്ചിരിക്കുന്നു, പക്ഷെ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. കണ്ടില്ലേ? അതായത് ഇമോഷൻസ് ഇല്ല അവിടെ. സ്നേഹം അങ്ങനെയല്ല, കൊടുക്കൽ ആണ്. ഫൈനാൻസ് കൊടുക്കൽ, പൈസ കൊടുക്കൽ, അങ്ങനെ ആവശ്യങ്ങൾ നിറവേറ്റൽ, അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത് കേട്ടോ. അല്ലാതെ അവിടെ ഒരു സ്നേഹബന്ധം ആയിട്ട് കാണുന്നില്ല. അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ പാരൻസിനോടാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി, അവർക്ക് വേണ്ട ധനസഹായം, അവർക്ക് വേണ്ട ശാരീരികമായിട്ടുള്ള സഹായമായാലും, പാരൻസിനൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ ഹെൽപ്പും വേണ്ടി വരും അല്ലേ, അതുമെല്ലാം ഇവർ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അടുത്ത 10 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് വളരെ നല്ലതായിട്ടാണ് പറയത്തക്ക യാതൊരു പ്രശ്നവും ഇവരുടെ തേർഡ് പാർട്ടിയോടില്ല. ഇവിടെ തേർഡ് പാർട്ടി സ്പെസിഫിക്കലി ഫാമിലിയാണ് കേട്ടോ. ഇവരുടെ പാരൻസ് ആവട്ടെ, സ്പൗസ് ആവട്ടെ, കുട്ടികളാവട്ടെ, എന്തോ ആവട്ടെ, കാരണം അവിടെ പ്രായമുള്ളവരുണ്ട്. അതായത് ഒരു ഹാപ്പി ഫാമിലിയാണ്. അവിടെ ഇവർക്ക് പറയത്തക്ക യാതൊരു പ്രശ്നവും ഇവരുടെ ഫാമിലിയോടില്ല. ഏത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന അത് എടുത്തോളുക കേട്ടോ. അവർക്ക് വേണ്ട ധനസഹായം ചെയ്യാറുണ്ട്. വളരെ സന്തോഷകരമായി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇവരുടെ കൂടെ യാത്രകൾ പോവാറുണ്ട്. അവരെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാം ഇവർ ചെയ്യാറുണ്ട്. അവിടെ യാതൊരു ഇഷ്യൂവും അവർ തമ്മിലില്ല. ഇവരുടെ തേർഡ് പാർട്ടിക്ക് ഒരു പക്ഷേ നിങ്ങളെ പറ്റി ഒരു അറിവ് ഉണ്ടായിരിക്കുകയില്ല കേട്ടോ. അത് അവരുടെ തേർഡ് പാർട്ടി അറിയാതെ വളരെ നന്നായി മാനേജ് ചെയ്യാൻ ഇവർക്ക് അറിയാം. ഓക്കെ. അപ്പം നിങ്ങളോട് ഇവർ ജെന്യുവൻ ആണോ അല്ലയോ എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. അടുത്തത് ഡെവിൾ. ഇവരുടെ തേർഡ് പാർട്ടിയെ പേടിയാണ്. കാരണം വിചാരിക്കേണ്ട ഇവരുടെ തേർഡ് പാർട്ടി കുറേ നെഗറ്റീവ് കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ്. ഓക്കെ. അവർക്ക് ഒരുമാതിരി പേടിയാണ്. അവരെ കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് ഇവർക്ക് വരാറുള്ളത് കേട്ടോ. ഒരുപാട് കൺട്രോൾ ചെയ്യുന്നവരായിരിക്കും. അതേപോലെ പേടിപ്പിച്ച് നിർത്തുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് മാജിക്, സ്പെല്ല്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ഇത് ഞാൻ അന്ധവിശ്വാസം സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ട് അങ്ങനെ ഒരു കാർഡ് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ ബ്ലാക്ക് മാജിക്, സ്പെൽ എന്നൊക്കെ പറഞ്ഞ് അന്ധവിശ്വാസം പരത്താണെന്ന് വിചാരിക്കരുത്. നെഗറ്റീവ് കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ചെയ്യുന്നു എന്ന് അവർ പേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെയ്യും എന്ന് പറഞ്ഞ് ഇവർ പേടിപ്പിച്ച് ഇവരുടെ വരുതിയിൽ നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. അവിടെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. പേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അടുത്ത ഒരു ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞാൽ അവിടെ വഴക്കാണ്. തേർഡ് പാർട്ടിയുമായിട്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് വഴക്ക്, ആർഗ്യുമെൻറ്റ്സ്. എന്തെടുത്താലും അപ്പോൾ അവർ സാന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പാന്ന് പറയും. അങ്ങനെ യാതൊരു എഗ്രിമെൻറ്റും ഇല്ലാതെ ആകെ രാവിലെ എണീറ്റ വഴക്ക്, മിണ്ടിയ വഴക്ക്, നോക്കിയ വഴക്ക് എന്നുള്ള രീതിയിൽ ഒട്ടും സന്തോഷമല്ലാത്തൊരു സിറ്റുവേഷനിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത ഗ്രൂപ്പുകാർ അവർ ക്ഷമ പാലിക്കുകയാണ്. അവിടെ ഇവരൊന്നും മിണ്ടുണ്ടാവില്ല. അവരുടെ തേർഡ് പാർട്ടി ഇവരുടെ അടുത്ത് എന്ത് തന്നെ പറഞ്ഞാലും
നിങ്ങളുടെ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിനെപ്പറ്റി ഇവർ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ ഇവർ അങ്ങോട്ട് യാതൊന്നും പ്രതികരിക്കില്ല. അവരിങ്ങനെ നിസ്സംഗഭാവത്തിൽ അവരെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്. തൽക്കാലം അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ അവർക്ക് സാധിക്കില്ല. ആ ഒരു ബൗണ്ടറി ഉണ്ട് അവിടെ. അവിടെ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു ധൈര്യമൊന്നും ഇവർക്കായിട്ടില്ല. ആലോചിച്ച് നിൽക്കുന്നതേ ഉള്ളൂ. ഇനി എന്ത് വേണം എന്നൊക്കെയുള്ള ആലോചന ഒരു സമയമാണത്. അതൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. ഒരു തീരുമാനം, ഒരു കടുത്ത തീരുമാനമൊന്നും എടുക്കാനുള്ള ഒരു ധൈര്യം ഇവർ സംഭരിച്ചിട്ടില്ല. അപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ തേർഡ് പാർട്ടി എന്ത് തന്നെ ഇവരുടെ അടുത്ത് പറഞ്ഞാലും ഇവരൊന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കും എന്നാണ് കാണുന്നത് കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ് അവിടെ. ഓവറോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പോൾ അവിടെ ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഉണ്ട്. നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യൽ ഹെൽപ്പ് നല്ലപോലെ തന്നെ, സാമ്പത്തികപരമായ സഹായം നല്ലപോലെ തന്നെ അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ എന്താ പറയുക, ഇമോഷണലായിട്ട് അവിടെ അവരുടെ എനർജി വളരെ കുറവാണ്. സ്ലോ കാർഡാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. പോസിറ്റീവ് കാർഡാണെങ്കിലും അതൊരു സ്ലോ കാർഡാണ്. ഏറ്റവും പതുക്കെ മാത്രം കാര്യങ്ങൾ വർക്കാവുന്ന ഒരു കാർഡാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പം ഞാൻ പറയും ഇവരുടെ ഇടയിലുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ലോ എനർജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയൊരു അടുപ്പം അങ്ങനെയൊന്നും കാണുന്നില്ല. റെസ്പോൺസിബിലിറ്റീസ് ഇവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. സമ്മോ കാർഡ്സ് ഡിവൈൻ, കുറച്ച് കാർഡ്സ് കൂടെ തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സിന് വേണ്ടിയിട്ട്. രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ചാണ് അവിടെ വന്നത് അല്ലേ. അതായത് ഇവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമാണ് കേട്ടോ. ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല. ഇത് ഇവരുടെ സ്പൗസ് ആണെങ്കിൽ ഇവർ ഒരുപാട് കാലമായിട്ട് മാരീഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇവർക്ക് അവരെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഓക്കെ, അവിടെ അവർ എന്താ പറയുക, ആ ഓർമ്മകളൊക്കെ പെട്ടെന്ന് അവരെ അങ്ങ് കളഞ്ഞിട്ട് പോരാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി. അതായത് നിങ്ങളെ വിടാൻ വയ്യ, അവരെ വിടാൻ വയ്യ എന്നുള്ളൊരു സ്ഥിതിയാണ്. ഒരുപാട് ഓർമ്മകളുണ്ട്. ഇവർക്ക് ഡിപ്പെൻഡൻസി ഉണ്ട് അവരുടെ അടുത്ത്. അതായത് ഈ തേർഡ് പാർട്ടിക്ക് ഇവരോട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഒരുപാട് കാലമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ അത്രയും കാലം അവർ ഒരുമിച്ച് ജീവിച്ചതല്ലേ. അപ്പോൾ പെട്ടെന്ന് എടുത്തെറിഞ്ഞ് കളഞ്ഞിട്ട് വരാനൊന്നും ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അടുത്ത കാർഡ് ലവേഴ്സാണ്. ഈ ഗ്രൂപ്പുകാർക്കും അവരുടെ സ്പൗസിൻ്റെ അടുത്ത്, ഇത് സ്പൗസ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ, അവരുടെ അടുത്ത് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അവർ സ്പൗസുമായിട്ട് നല്ല രീതിയിൽ തന്നെ സ്നേഹത്തിൽ തന്നെ ഓക്കെ, എല്ലാ രീതിയിലും ഉള്ള സ്നേഹം അവിടെ ഉണ്ട്. അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനും ഉണ്ട്. അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ അവിടെ ആ ഒരു നോർമൽ കപ്പിൾ എങ്ങനെയാണോ അതുപോലെ അവർ സ്നേഹമായിട്ട് നോർമലായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും നിങ്ങളോട് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചറിയേണ്ടിയിരിക്കുന്നു കേട്ടോ. അതേപോലെ അവരുടെ തേർഡ് പാർട്ടി വളരെ കൺട്രോളിങ് ആണ് എന്നവർക്ക് തോന്നാറുണ്ട്. എന്തിനും ഏതിനും നിൽക്കാനും തിരിയാനും സമ്മതിക്കാതെ പുറകെ നടക്കുന്ന സ്പൗസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ആളാണ് ഇവരുടെ തേർഡ് പാർട്ടി എന്ന് ഇവർ വിചാരിക്കേണ്ടത്. അതായത് പാരൻസ് ആയാലും ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും ഇവരെ. ഇങ്ങനെ എന്തിനും റിപ്പോർട്ട് ചെയ്യേണ്ട അങ്ങനത്തെ പാരൻസ് ഉണ്ടല്ലോ, എന്തും ഏതും പറഞ്ഞിട്ട് മാത്രം ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയും അവർക്ക് ഫീൽ ചെയ്യേണ്ട. അല്ലാതെ സ്പൗസ് ആണെങ്കിലും അവർ ഭയങ്കര കൺട്രോളിങ് ആണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അവിടെ അവരൊട്ടും ഹാപ്പി അല്ല എന്നും കാണുന്നു കേട്ടോ. ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്. എല്ലാം കാര്യങ്ങളും ഓപ്പണായിട്ട് അങ്ങനെ പറയുന്നൊന്നുമില്ല. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞ് കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്ന് തന്നെ അർത്ഥം. ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവർ ഫുൾ ഓപ്പണായിട്ടല്ല പെരുമാറുന്നത്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിട്ട് തന്നെയാണ് പെരുമാറുന്നത് എന്നാണ് കാണുന്നത്. പലർക്കും ഈ ബന്ധത്തിൽ, അതായത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായിട്ടിരിക്കുകയാണ് എന്നും തോന്നുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്നൊരു മോചനം ഇല്ലേ എന്നൊക്കെ അവർ ചിന്തിക്കുന്ന ലെവലിൽ അവിടെ അവർ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. നിങ്ങളോടാണോ തേർഡ് പാർട്ടി ആരോടാണ് താല്പര്യം എന്നുള്ളത് അവരവരുടെ പേഴ്സൻ്റെ സ്വഭാവം അവരവർക്ക് അറിയായിരിക്കും അല്ലേ. അപ്പം അത് വെച്ചിട്ട് വേണം നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു റീഡിംഗ് ആയിട്ട് പോകാൻ, കാരണം ഒരുപാട് ലോങ് ഇടുമ്പോഴത്തേക്ക് ആർക്ക് കാണാനുള്ള ക്ഷമയും ഇല്ല സമയവും ഇല്ല അല്ലേ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു റീഡിംഗ് ആയിട്ട് നമുക്ക് പോവാം മുന്നോട്ട്.
അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ വീഡിയോ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാരണം നിങ്ങളുടെ എനർജി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി റീച്ച് ചെയ്യാനുള്ള ഒരു ഉപാധി. ഓക്കെ, ആദ്യം ഞാൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതിനുള്ള മാർഗം എന്താണ്? സബ്സ്ക്രിപ്ഷൻ ആണ്. ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. എന്നാലേ കൂടുതൽ ആക്യുറസീസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, തൽക്കാലം പേഴ്സണൽ റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരാഴ്ചയും കൂടെ എനിക്കൊരു ബ്രേക്ക് വേണം. തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ 11 മണിക്ക് ലൈവ്. ഓക്കെ, ബൈ.